ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു വിഷു വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ ആൻറ്റി അടിച്ചു തൂത്ത് വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണുകയാണ് എണീറ്റ് വന്നത്. ഞങ്ങൾ ഈ പ്രാവശ്യം വിഷു ആഘോഷിച്ചത് ഇവിടെ ആൻറ്റിയുടെ വീട്ടിലായിരുന്നു, അതായത് അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിൽ. അത് മുണ്ടാറാണ്, കോട്ടയം മുണ്ടാർ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പം ഞങ്ങൾക്ക് ഈ പ്രാവശ്യം അങ്ങനെ വിഷു ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ വെറുതെ ഇരുന്നപ്പോഴാണ് ആൻറ്റി പറഞ്ഞത് എങ്കിൽ ഇങ്ങോട്ട് വാ, നമുക്കിവിടെ വരാം, കൊച്ചൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ പടക്കമൊക്കെ ഒട്ടിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ ഈ പ്രാവശ്യം വിഷു അവിടെ ആയിരുന്നു. അപ്പം രാവിലെ തന്നെ വെളുപ്പിന് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ എണീറ്റതാണ്. എണീറ്റ് കഴിഞ്ഞ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം സാധാരണ പോലെ തന്നെ പടക്കം പൊട്ടിക്കാൻ തുടങ്ങി. പടക്കം പൊട്ടിക്കൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അപ്പം ഞങ്ങളെല്ലാവരും വെളുപ്പിനെ തന്നെ പടക്കമൊക്കെ പൊട്ടിക്കാൻ തുടങ്ങി. ആ പരിസരത്ത് ഞങ്ങൾ മാത്രമേ പടക്കം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല ടൈമിന്. വേറൊന്നുമല്ല, അവിടെയൊക്കെ അടുത്തടുത്ത് അത്യാവശ്യം വീടൊന്നും കുറവാണ് പൊതുവെ. പിന്നെ ഉള്ള വീടിൻ്റെ അടുത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ മരിപ്പൊക്കെ ആയിരുന്നു. അതായത് സാധാരണ ഹിന്ദുക്കൾക്ക് മരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നും ഉണ്ടാകത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ മാത്രമേ പടക്കമൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കുറച്ച് പേരെ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. ആദ്യമേ എണീറ്റത് ചിറ്റപ്പനായിരുന്നു. ചിറ്റപ്പനും കൊച്ചും കൂടി പടക്കം പൊട്ടിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ സൗണ്ട് കേട്ട് പുറകെ ആൾക്കാരിങ്ങനെ എണീറ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ബാക്കി കൊച്ചും ഹസ്ബൻഡൊക്കെ എണീറ്റ് വന്നത്. അതുവരെ പടക്കം പൊട്ടിച്ചാണ് ശരിക്കും എല്ലാവരും എണീപ്പിച്ചതെന്ന് പറയാം. നേരത്തെ എണീക്കണമെന്നേ കരുതിയതല്ല ആരും. പിന്നെ ഇവർ പടക്കം പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ ഞാൻ എണീറ്റു. അതിൻ്റെ പുറകെ ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ കൂടി. അങ്ങനെ ബാക്കി എല്ലാവരും എണീറ്റു. അങ്ങനെ എല്ലാവരും വെളുപ്പിന് തന്നെ എണീറ്റ് പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുമായിരുന്നു. പിന്നെ നേരം വെളുത്ത് വന്നത് കാണാൻ നല്ല രസമായി ഇവിടെ. കാരണം പാടമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ കസിനെ വിളിച്ചുകൊണ്ട് വാ, നമുക്ക് സൺറൈസ് കാണാൻ പോകാമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി എൻ്റെ വ്യൂ ഒക്കെ ആസ്വദിച്ചങ്ങനെ നടക്കുമായിരുന്നു. പിന്നീട് ആദ്യത്തെ കൈനീട്ടം അങ്കിള് തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി എല്ലാവരുമായിട്ട് ചായ കുടിക്കാനായിട്ടിരുന്നു. വെളുപ്പിന് തന്നെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും നിരന്നിരുന്ന് ചായ കുടിക്കുമായിരുന്നു. പിന്നെ അടുക്കളയിലെ പണിയൊക്കെ പതിയെ എല്ലാവരുമായിട്ട് ചെയ്യാനൊക്കെ തുടങ്ങി. അങ്ങനെ അടുക്കളയിൽ പണിയൊക്കെ തുടങ്ങിയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഒരാൾ എണീറ്റ് വരുന്നത്. അത് ഇടയ്ക്കൊരു പടക്കം പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ അപ്പോഴാണ് കുരുപ്പ് എണീറ്റ് വന്നത്. അയാൾ വന്നിട്ട് വിളക്ക് കണ്ടിട്ട് അമ്പവന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. വിളക്ക് കണ്ടാലും ഇങ്ങനെ ദൈവത്തിൻ്റെ ഫോട്ടോ കണ്ടാൽ അപ്പോൾ പ്രാർത്ഥനയാണ്. ഇന്ന് ഇച്ചിരി മടി ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കാനായിട്ട്. എന്നിട്ട് ഇന്ന് പ്രാർത്ഥിക്കണേ ഉറക്കപ്പിച്ചായാണ് ഇരിക്കുന്നത്. പിന്നെ സൺറൈസ് കാണാനായിട്ട് പോയിട്ട് ഇതിങ്ങനെ കാണാൻ പറ്റുള്ളൂ. കാരണം ഭയങ്കര മഞ്ഞുണ്ടായിരുന്നു. പിന്നെ ആ പോണ വഴിക്ക് എൻ്റെ നഖം ഒന്ന് തട്ടി, അത് പൊളിഞ്ഞു. അത് നേരത്തെ തന്നെ ഇച്ചിരി വർക്കൗട്ട് ചെയ്യാറുണ്ട് ഞാൻ. അപ്പോൾ ഒരിക്കൽ വർക്കൗട്ട് ചെയ്തപ്പം ഉടക്കി ഇങ്ങനെ പൊട്ടിയിരിക്കുമായിരുന്നു. പക്ഷെ ഞാൻ എനിക്കത് കളയാൻ കഴിയാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കൊണ്ടു നടക്കുമായിരുന്നു. പക്ഷേ ഇന്ന് നന്നായിട്ട് പോയി. പിന്നെ ലാസ്റ്റ് സങ്കടം കൊണ്ടാണെങ്കിൽ പോലും ഞാനത് പൊളിച്ച് കളഞ്ഞ്. അത് കുറച്ച് നേരം കൂടി ഞാൻ ഒട്ടിച്ച് വെക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ അത് പൊളിച്ച് കളഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ലെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ നേരത്തെ ഫുഡ് കഴിച്ചു. ഒരാൾ വൈബ് ആസ്വദിച്ച് വെള്ളത്തിലിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ് ആ കാണുന്നത്. പിന്നെ ഫുഡ് കഴിയെല്ലാം കഴിഞ്ഞിട്ടൊരു 11 മണിയായപ്പം ജ്യൂസ് കുടിച്ചു. അവിടുത്തെ നാച്ചുറൽ മാങ്ങ കൊണ്ടുള്ള ജ്യൂസ് കുടിച്ചു. അത് കഴിഞ്ഞൊരു ഉച്ചയൊക്കെ ആയപ്പം കള്ള് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇവിടുത്തെ നല്ല നാടൻ കള്ളായതുകൊണ്ട് നല്ല മധുരമൊക്കെ ആയിരിക്കും. പിന്നെ കള്ളുകൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാനിട്ടിരുന്നു. സദ്യയൊന്നും അല്ലായിരുന്നു, ഞങ്ങൾക്ക് ഇറച്ചിക്കറിയും മറ്റ് എല്ലാം നോൺ വെജ് ആയിരുന്നു. പിന്നീട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നല്ല കാറ്റ് കൊള്ളാനിട്ടിരുന്നു. ഇവിടെയൊക്കെ ചുറ്റും പാടായതുകൊണ്ട് തന്നെ നല്ല കാറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ സിറ്റൗട്ടിലോ അല്ലെങ്കിൽ പുറത്തോ ഇങ്ങനെ കസേരയിട്ട് ഇരിക്കാനായിട്ടൊക്കെ നല്ല രസമായിരിക്കും, നല്ല സുഖമായിരിക്കും. അപ്പം ഇവിടെ ഒരാൾ ഞാനങ്ങനെ വന്നിരുന്നപ്പോൾ ഭയങ്കര സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നതാണ് കാണുന്നത്. ഭയങ്കര സാധാരണ സ്നേഹമൊന്നും ഇല്ലാത്തത് ഇപ്പം അച്ഛൻ കിടന്നുറങ്ങണ കാരണമുള്ള സ്നേഹമാണ്. കാരണം പുള്ളിക്ക് എപ്പോഴും പപ്പേനെ മതി, എന്നെ വേണ്ട. പിന്നെ ഇടയ്ക്ക് ഇതേപോലെ എന്നെ കിട്ടാൻ നേരത്ത് ഇങ്ങനെയുള്ള പ്രകടനങ്ങളൊക്കെ പ്രകടിപ്പിക്കാറുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ്ങിൽ നല്ല മഴയായിരുന്നു. ഒരു 4 മണിക്കൊക്കെ നല്ല മഴയായിരുന്നു. ആ മഴയത്ത് എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിച്ച് മഴയൊക്കെ ആസ്വദിച്ച് ചായ കുടിക്കാൻ രസമായിരുന്നു. നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. മഴ കഴിഞ്ഞപ്പോൾ ഒന്ന് പുറത്തിറങ്ങാനായിട്ട് തോന്നി. ആ പുറത്തിറങ്ങിയപ്പോൾ ഉള്ള കോലാണിക്കാണ് എല്ലാം മഴ തോർന്നു. പാടമൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് അവിടെയൊക്കെ. പക്ഷേ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെയല്ല അവിടെ. ഒരു പ്രത്യേക ഭംഗിയാണ്. ചുറ്റും പാടവും നടുക്കൊരു വീട്, പിന്നെ തോട്, അങ്ങനെയുള്ള കുറേ നമുക്കിങ്ങനെ ആസ്വദിക്കാൻ പറ്റിയ എല്ലാം ഉണ്ട്. അത് മാത്രമല്ല വീട്ടിലൊക്കെ നിറച്ച് ചെടിയാണ്. അതായത് എന്ത് വെച്ചാലും പിടിക്കും, അതുമാതിരിയുള്ളൊരു മണ്ണാണത്.
നല്ല രസമാണ്. പിന്നെ അതേപോലെ തന്നെ മീനും ഒക്കെ എല്ലാം അവിടെ ഇല്ലാത്തൊന്നുമില്ലെന്ന് പറയാം, അതുമാതിരി എല്ലാം ഉണ്ട് അവിടെ. നല്ല രസമാണ്. പിന്നീട് ഞാൻ അവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു തോടൊഴുകുന്നുണ്ട്. ഞങ്ങൾ പണ്ട് കുളിച്ചുകൊണ്ടിരുന്ന വെച്ചായിരുന്നു. ഇപ്പോഴും കുളിക്കണേന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇപ്പം നിറച്ചും പായലായിട്ട് കിടക്കും. അപ്പം ഞാൻ ഇങ്ങനെ കാല് കഴുകാനായിട്ട് പോകാം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കാലൊക്കെ കഴുകി വൃത്തിയാക്കി പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പോൾ അവിടെ മീനൊക്കെ കണ്ടങ്ങനെ കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ചിട്ടൊക്കെയാണ് റെഡിയായത്. അപ്പോൾ പോകാനായിട്ട് ഭയങ്കര മടിയാണ്. കാരണം അവിടെ വന്ന പൊതുവേ പോകാനായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. കാരണം വെക്കേഷൻ ആണെന്നുണ്ടെങ്കിലും വെക്കേഷൻ എന്ന് പറയാൻ നേരത്തെ വാ മുണ്ടാറ് പോവാം ആ ഒരു മൂഡ് എല്ലാവർക്കും, കസിൻസ് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം പോകാനായിട്ട് ഭയങ്കര മടിയെങ്കിലും പോകാനായിട്ട് റെഡിയായി ഒരുങ്ങി ഇറങ്ങി. പിന്നെ പോകുമ്പോൾ ആൻറ്റിയുടെ വക കുറേ സാധനങ്ങൾ, മാങ്ങ, തേങ്ങ, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ള എല്ലാം കൂടി തന്ന് വിടും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. നടക്കാനായിട്ട് ഒരുപാടുണ്ട് കേട്ടോ. കുറേ നടന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കാർ ഒരു വഴിയിലായിട്ടിട്ട് പോകുന്നത്. അവിടെ വഴിയിൽ ഇങ്ങനെ സൈഡിൽ കാറിടാനായിട്ട് ഇങ്ങനെ പാടാണല്ലോ, പാടത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇച്ചിരി സ്പേസ് ഉണ്ട്, അവിടെ ഇട്ടിട്ട് ഒരുപാട് ദൂരം നടന്നാണ് പോകുന്നത്. നടപ്പ് മാത്രമേ ഒരു ശോകമുള്ളൂ, ബാക്കിയൊക്കെ ഓക്കെയാണ്. നടപ്പും പിന്നെ റേഞ്ച് ഭയങ്കര കുറവായിരിക്കും. സന്ധ്യ ആയപ്പോൾ ഇറങ്ങിയത് കാരണം തന്നെ വലിയ ഇരുട്ടാണ്ട് ആ സ്ഥലം ഒന്ന് കഴിഞ്ഞ് കിട്ടി. പിന്നീട് വീട്ടിൽ ചെന്നപ്പോൾ താമസിച്ചു. പക്ഷേ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ ഭയങ്കര ഇരുട്ടിയായിരുന്നു പോയത്. കാരണം വർക്കൊക്കെ ഉള്ള കാരണം അതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഇറങ്ങിയത്. പക്ഷെ തിരിച്ച് ഞങ്ങൾ നേരത്തെ ഇറങ്ങി. പിന്നെ വീട്ടിലെത്താറായപ്പോൾ നന്നായിട്ട് ഇരുട്ടിട്ട്. പിന്നെ വീട്ടിലെത്തിയ കാര്യങ്ങൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.